ലെറ്റ് ഗാഡ് ഡിറ്റർമിൻ അവർ വർത്ത്. നമ്മുടെ വില ദൈവം നിശ്ചയിക്കട്ടെ. പലപ്പോഴും നമുക്ക് നമ്മുടെ വില അറിയാത്തത് നിമിത്തമാണ് നാം നിരാശിതരായി പോകുന്നതും തളർന്ന് തല കുനിച്ചിരിക്കുന്നതും. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മെപ്പറ്റി ആകാത്തത് സംസാരിക്കുമ്പോൾ, നമ്മെ താഴ്ത്തിക്കെട്ടി മറ്റു പലരോടും അപവാദങ്ങൾ പറയുമ്പോഴും നാം ക്ഷീണിച്ചു പോകാറുണ്ട്. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയേണ്ടിയത്, നമ്മുടെ വില നാമോ മറ്റുള്ള ആരുമല്ല നിശ്ചയിക്കുന്നത്, പകരം നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ വീണ്ടെടുത്തവനുമായ സ്വർഗീയ പിതാവാണ്. ആ ദൈവം നമുക്കൊരു വിലയിട്ടാൽ ആ വിലയെ ഇടിച്ചു താഴ്ത്തുവാനോ കുറച്ച് കളയുവാനോ നമുക്കോ മറ്റുള്ളവർക്കോ കഴിയുകയില്ല. പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കുക. യെശയ്യാവിൻ്റെ പുസ്തകം 61 അധ്യായം 10 വാക്യം, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. യേശു കർത്താവിനാൽ നാം വീണ്ടെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ദൈവം നമ്മെ ക്രിസ്തുവിൻ്റെ നീതിയിൽ അണിഞ്ഞിരിക്കുന്നതിനാൽ നാം അവനാൽ എപ്പോഴും സ്നേഹിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യർ സക്കായിയെ അഴിമതിക്കാരനായ ഒരു ചുങ്കക്കാരനായി കണ്ടു. യേശുവോ വീണ്ടെടുപ്പിന് യോഗ്യനായ ഒരു പുത്രനെ അവനിൽ കണ്ടു. അതുകൊണ്ടത്രേ യേശു കർത്താവ് ഇങ്ങനെ വിളംബരം ചെയ്തത്, ഈ വീട്ടിന് ഇന്ന് രക്ഷ വന്നു എന്ന്. സക്കായിയുടെ കഥ കർത്താവ് തിരുത്തി എഴുതി. 7 ഭൂതങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് മുതൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷിയാകുന്നതുവരെ ദൈവം മഗ്ദലക്കാരത്തി മറിയയുടെ മൂല്യം നിർവചിച്ചത് അവളുടെ ഭൂതകാലത്തിലൂടെയല്ല, മറിച്ച് അവളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഉദ്ദേശ്യത്തിലൂടെയാണ്. നമ്മുടെ മൂല്യം നിർണ്ണയിക്കാൻ ദൈവം നമ്മുടെ ആരുടെയും ഭൂതകാലവുമായി ബന്ധപ്പെടുന്നില്ല. ഭൂതകാലം നാം മറന്നേക്കൂ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. വീണ്ടെടുത്തവന് മാത്രമേ വീണ്ടെടുക്കപ്പെട്ടവരെ നിർവചിക്കാൻ അധികാരമുള്ളൂ. നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കളായി തീർത്ത കർത്താവിനെന്ന് നമ്മോടെല്ലാവരോടുമായി പറയുവാനുള്ളത്, നിങ്ങളെനിക്ക് മാന്യരും വിലയുള്ളവരും പ്രിയപ്പെട്ടവരുമാകുന്നു. ദൈവം നമ്മെ പ്രിയപ്പെട്ടവർ എന്ന് വിളിക്കുമ്പോൾ മറ്റാർക്കും നമ്മെ വിലകെട്ടവനെന്ന് വിളിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ വില ദൈവം നിശ്ചയിക്കട്ടെ. Have a blessed day.